അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളിനെ കാണാനുണ്ടല്ലോ. പുള്ളിയെ കണ്ടിട്ട് കുറേ നാളായി. ഒന്നല്ല, 2 പേരെ കാണാനുണ്ട്. സംഗതിയെല്ലാം താഴെ വീണ് പോകും. ഇനി അവിടെ നിന്നിട്ട് ഒരു കഴുക്കോല് പോലും എടുക്കാനൊക്കില്ല എന്നറിഞ്ഞ് സ്ഥലം വിട്ട 2 പേരുണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. 2 പേരെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. 2 റേഞ്ചാണെങ്കിലും. ഇല്ല, ടോം വടക്കനെവിടെ? നമ്പർ 10 ജനപദിലെ പ്രധാനപ്പെട്ട ആളായിരുന്ന് ചാനലുകളിൽ വന്നിരുന്ന് നല്ലൊരു വക്താവിനെ കിട്ടിയല്ലോ എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് തള്ളി മറിച്ച് ഒടുവിൽ ഉത്തരക്കൂട്ട് താഴോട്ട് വീഴുന്നത് കണ്ട് ഓടി മറ്റേ വീട്ടിൽ കയറിയ വടക്കൻ അദ്ദേഹത്തിൻ്റെ ഒരു വിവരവുമില്ല. ചാനലുകാരും ചർച്ചയ്ക്കും വിളിക്കുന്നില്ല, ഒരു വിവരങ്ങളും അറിയുന്നുമില്ല. മറ്റേത് അതിയാനായിരുന്നു നമ്പർ 10 ജനപദിലെ മുറ്റുപുള്ളി. പുള്ളിയെ കണ്ടിട്ടേ എല്ലാവർക്കും അവിടെ ചെല്ലാനൊക്കുള്ളൂ. പുള്ളി കഴിഞ്ഞേ ഉള്ള എല്ലാവരും. പുള്ളി പ്രഗത്ഭനായ ആളാണ്, സംഘാടകനാണ്, വേറെ ആരാണ്ടൊക്കെയാണ്. കേരളത്തിലെ ആരും ഇദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. കേരളത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വേറെ ഏതോ അന്യഗൃഹത്തിൽ നിന്ന് വന്നതുപോലെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ എൻ്റെ അളിയനെ കാണുന്നതേ ഇല്ല. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ അളിയൻ എവിടെയെങ്കിലും ചർച്ചയ്ക്ക് വരികയോ അല്ലെങ്കിൽ അളിയനെയും ഗവർണറാക്കുകയോ, ഇവിടുന്ന് ഒരുപാട് ആളുകൾ ഗവർണറാവാൻ പോയായിരുന്നു. നമ്മുടെ പത്മജയൊക്കെ പോയി, പിന്നെ അതുപോലെ തന്നെ ചാക്കോ മാഷ് അപ്പുറത്തോട്ട് പോയി, പിന്നെ തോമസ് മാഷ് പോയി അപ്പുറത്തിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ ചാടിപ്പോയായിരുന്നു. ഇക്കൂട്ടത്തിൽ ചാടിപ്പോയ ഒരാളാണ് വടക്കൻ അദ്ദേഹം. വടക്കൻ അദ്ദേഹത്തിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോ മറ്റാരെങ്കിലുമോ എവിടെങ്കിലും വടക്കൻ അദ്ദേഹത്തിനെ കണ്ടുവിട്ടുന്നെങ്കിൽ ഒന്ന് ഹാജരാക്കേണ്ടതാണ്. കാരണം പണ്ട് സന്ധ്യാനേരങ്ങളിൽ എല്ലാ ദിവസവും രാത്രി വടക്കൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടാണ് നമ്മൾ ആവേശം കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പ്രഭാഷണങ്ങൾ കേൾക്കാത്തതുകൊണ്ട് രോമകൂമങ്ങളൊക്കെയും തറ്റുപോയിരിക്കുന്നു. പിന്നെ പോയ ഒരാൾ നമ്മുടെ മുട്ടനാളാണ്, ഗുലാം നബി ആസാദ്. അദ്ദേഹവും വലിയ അസാമാന്യമായ ധീരനും കരുത്തുറ്റ സംഘാടകനും എല്ലാമായിരുന്നു. നല്ല കാലത്ത് ഇവിടെ ഡൽഹിയിൽ തന്നെ കഴിഞ്ഞ ആളാണ്. വീട്ടിലോട്ട് പോകാനുള്ള വഴി പോലും അറിഞ്ഞുകൂടാ. ഒടുവിൽ ആരെങ്കിലും വാഹനത്തിൽ വീട്ടിൽ കൊണ്ടാക്കിയെങ്കിലേ ആ വഴി അറിയാവുള്ളായിരുന്നു. കാരണം ഏതാണ്ട് 19 വർഷക്കാലമായിരുന്നു വീട്ടിൽ പോയിട്ട്. അദ്ദേഹവും പ്രധാനമന്ത്രി കരഞ്ഞു, പുള്ളി കരഞ്ഞു. പ്രസംഗിച്ച കൂട്ടത്തിൽ ഗുലാം നബി അന്ന് വിളിച്ചതും പിന്നെ വിളിച്ചതും ഗുജറാത്തിൽ അങ്ങനെ ഉണ്ടായപ്പോൾ കരഞ്ഞതും എന്തോ ഒരു സങ്കടമായിരുന്നു 2 പേർക്കും. പൊട്ടിക്കരച്ചിലായിരുന്നു. പിന്നെ പുള്ളിയും പോയി പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധിയെ ഒന്നിനും കൊള്ളത്തില്ല. ഈ പോയവരെല്ലാം രാഹുൽ ഗാന്ധിയെ പറഞ്ഞിട്ടാണ് പോയത്. കാരണം അല്ലെങ്കിൽ അവിടെ ഈ സോണിയാഗാന്ധിയും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് അവിടെ എന്തെങ്കിലും വേണ്ട പച്ചക്കറിയോ സാധനങ്ങളോ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഈ രാഹുൽ ഗാന്ധി വന്നപ്പോഴാണത്രേ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയത്. ഏതായാലും അങ്ങനെ രാഹുൽ ഗാന്ധി ഏതാണ്ടൊക്കെ പറഞ്ഞ് അതിയാൻ അങ്ങ് പോയിട്ട് പിന്നൊരു വിവരവുമില്ല. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് അവിടെ പോയി എന്തോ ഒരു ആൾ ഇന്ത്യ ഗുലാം അലി പാർട്ടിയോ ഏതാണ്ടൊക്കെ ഒരെണ്ണം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത് കേട്ട്. പക്ഷേ ക്ലച്ച് പിടിച്ചില്ല. കാരണം അളിയൻ വെയിൽ കൊണ്ടിട്ട് ഒത്തിരി കാലമായിരുന്നു. പിന്നെല്ലാം അളിയൻ ഇവിടെ തന്നെ ഇരുന്നേത്. രാജ്യസഭ 1-2 ടേം കൂടെ കൊടുത്തായിരുന്നെങ്കിൽ അളിയൻ ഡൽഹിയിൽ തന്നെ കഴിഞ്ഞേനെ. ഏതായാലും അങ്ങനെ അളിയൻ്റെ സ്ഥിതിയും അപകടത്തിലാണ്. അളിയനെ ഒന്നും അറിഞ്ഞില്ല. അളിയൻ അപ്പുറത്തോട്ട് പോയാൽ ജമ്മു കാശ്മീരിലെ ഒരു ഫീൽ അനുസരിച്ച് ക്ലച്ച് പിടിക്കത്തുമില്ല. അങ്ങനെ വല്ലാത്തൊരു വെട്ടിൽ വീണിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും വടക്കൻ അദ്ദേഹത്തിനെ കാണുന്നവർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് എവിടെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് മാരാർജി ഭവനിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ എവിടെയെങ്കിലും എത്തിക്കണം. വടക്കൻ അദ്ദേഹത്തിനെ കാണുന്നതേ ഇല്ല. അങ്ങേ ഒരുപാട് മിസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പല ദിവസങ്ങളിലും റിയലി പെയിൻഫുള്ളി മിസ്സിങ് യു. സത്യത്തിൽ വേദനാപൂർവ്വം മിസ് ചെയ്യുന്നു. അതുകൊണ്ട് വടക്കൻ അദ്ദേഹം രംഗത്ത് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.